നമസ്കാരം. റീന ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ആണുങ്ങളുടെ സാധനത്തെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ വലിപ്പത്തെക്കുറിച്ച്. ആണുങ്ങളുടെ സാധനത്തിന് വലിപ്പത്തെക്കുറിച്ച് സ്ത്രീകളെന്താണ്, അവരുടെ മനോഭാവം എന്താണ്, അതിൻ്റെ വലിപ്പ ചെറുപ്പത്തെക്കുറിച്ചുള്ള സ്ത്രീകളുടെ മനോഭാവം എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോ. യഥാർത്ഥത്തിൽ ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് പുരുഷന്മാർക്കുള്ളൊരു സംശയമാണ്. സാധനത്തിൻ്റെ വലിപ്പം സ്ത്രീകൾക്ക് ഒരു വിഷയമാണോ, അവരുടെ ലൈംഗിക സംതൃപ്തിക്ക് അതൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണോ എന്നുള്ളത്. അപ്പം നമുക്കതിനെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കി നമുക്കങ്ങ് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്കതൊരു സബ്ജക്റ്റൊന്നും അല്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒറ്റ വാക്കി പറയാനൊക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു ലൈംഗിക ബന്ധത്തിൽ ഒരു സ്ത്രീക്ക് പരിപൂർണ സംതൃപ്തി കിട്ടുന്നത് ആ പുരുഷൻ്റെ സാധനത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അതിൻ്റെ വലിപ്പത്തിന് മാത്രം കൊണ്ടല്ല അവർക്ക് ആ സംതൃപ്തി കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി ഒരു വലിയൊരു ഫാക്ടറാണ്. എങ്ങനെ അത് ചെയ്യുന്നു, ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ലൈംഗികതയിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ സംതൃപ്തി കിട്ടുന്നത് അത് ഒരു 2-3 സ്റ്റേജ് ഉണ്ടല്ലോ ഇതിനകത്ത്. ആ 3 സ്റ്റേജ് യഥാർത്ഥത്തിൽ ലൈംഗികതയ്ക്കൊരു 3 സ്റ്റേജ് ഉണ്ട്. ആ 3 സ്റ്റേജ് ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നല്ല ഓർഗാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കാരണം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, കാരണം ഒരുപാട് സംശയമുണ്ട് ഈ സെക്സ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്. ഒത്തിരി സംശയമുണ്ട്. അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മളിപ്പം സെക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റിലത്തെ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഫോർ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഈ നല്ലൊരു ഫോർ പ്ലേ കൂടാണ് ഏതൊരു സ്ത്രീയും ആ ലൈംഗികതയിലോട്ട് അവർക്ക് ആ താല്പര്യം വരുന്നതും അവർ ആ ഓർഗാസത്തിലോട്ട് പോകുന്നതും എല്ലാം ഫോർ പ്ലേയുടെ ആ ഒരു നല്ലോണം സമയമെടുത്ത് തന്നെ ഫോർ പ്ലേ ചെയ്യണം സ്ത്രീകൾക്ക്. അതാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. പക്ഷെ പല പുരുഷന്മാർക്കും അതിനോടൊരു ഫോർ പ്ലേ പെട്ടെന്നങ്ങ് തീർക്കണമെന്നൊക്കെ ഉള്ളൊരു ലക്ഷണമാണ്. പലരും ഫോർ പ്ലേ ചെയ്യാറ് പോലും ചിലവരില്ല. പക്ഷെ അത് ശരിയല്ല. നല്ല രീതിയിൽ ഫോർ പ്ലേ ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് ആ മൂഡ് വരുന്നത്. യഥാർത്ഥത്തിൽ ഫോർ പ്ലേയിലാണ് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ ആ ശരിക്കുമുള്ള സക്സസ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചൊരു കാര്യം കാണുന്നു, കേൾക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് നല്ല വികാരം ഉണ്ടാവും. പക്ഷേ സ്ത്രീകളുടെ കാര്യം അതല്ല. സ്ത്രീകൾക്കെന്ന് പറയുന്നത് വികാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പർശനത്തിൽ കൂടാണ് അവർക്ക് ആ വികാരത്തിൻ്റെ ആ ഒരു ലെവലിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫോർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുന്നത്, അവരുടെ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നത്, പിന്നെ ചുംബനം ഒരു വല്ലാത്ത എഫക്റ്റീവാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചെവിയുടെ സൈഡിൽ, അതുപോലെ ചുണ്ടിൽ ഒക്കെ നമ്മളിങ്ങനെ കിസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു എഫക്റ്റായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, വലിയൊരു സാധനം ഉള്ളത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ പരിപൂർണമായിട്ട് ഒരാൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണമെന്നില്ല. ഇനി അങ്ങനെ ഉള്ളവരോട് ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് വലിയ ആരാധന ഇഷ്ടം തോന്നണമെന്നുമില്ല. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ രീതിയാണ് വ്യത്യാസം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടം തോന്നുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് പെട്ടെന്ന് അവർക്ക് സംതൃപ്തി കിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ലൈംഗികത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ. പക്ഷേ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒന്നും പലരും ഈ ബെഡ്റൂമിലെ കാര്യങ്ങൾ ആരോടും പറയത്തില്ല. എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും. പിന്നെ പല പല പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിപ്പത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. സ്ത്രീകൾക്കത് വലിയൊരു സബ്ജക്റ്റൊന്നും അല്ല. ഇങ്ങനെ വലിപ്പമുള്ളതാണോ വലിപ്പം ഇല്ലാത്തതാണോ അതിനെക്കുറിച്ച് സ്ത്രീ വലിയ ഫാൻറ്റസി ഒന്നും അവരത്ര കാണാറ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സംതൃപ്തി കിട്ടുന്നത് കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഈ സെക്സ് സമയത്ത് തന്നെ ഈ സ്ത്രീകളും പ്രത്യേകിച്ച് കണ്ണടച്ചുകൊണ്ടാണ് അവർ ഈ സെക്സ് സമയം കൂടുതലും അവർ ഇത് ചെയ്യുന്നത്. അവർ കണ്ണടച്ചങ്ങ് ആസ്വദിക്കുകയാണ്.
എന്നുവെച്ചാൽ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവരുടെ ശരീരം സ്വയം ആസ്വദിക്കുന്ന പ്രക്രിയയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തെ അവർ കൂടുതൽ ആസ്വദിക്കാൻ നോക്കുവാണ്. അല്ലാതെ പുരുഷൻ്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന രീതിയല്ല. ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീക്ക് എപ്പോഴും അങ്ങനെ സ്ത്രീകളുടെ മൈൻഡ് സെറ്റ് അതാണ്. പക്ഷേ പുരുഷൻ അതല്ല. പുരുഷൻ ഇവരിങ്ങനെ ആസ്വദിക്കുന്ന കണ്ടിട്ട് അതിനകത്തൊരു എൻജോയ്മെൻറ്റ് പുരുഷന് തോന്നാറുണ്ട്. അതുകൊണ്ട് പുരുഷൻ എപ്പോഴും കണ്ണ് തുറന്ന് തന്നെ വെക്കും. ഇവരിങ്ങനെ ആസ്വദിക്കുന്ന കാണുന്നത് പുരുഷനൊരു ഹരമാണ്. പക്ഷേ സ്ത്രീക്ക് എപ്പോഴും കണ്ണ് അടച്ചുകൊണ്ട് തന്നെയാണ് അവർ രീതി എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ കളിക്കുന്ന സമയത്ത് തന്നെ അറിയാം, നമുക്ക് കണ്ണ് തുറന്ന് വെക്കാൻ, നമുക്ക് കണ്ണ് തുറന്ന് വെച്ചാലും നമ്മൾ അങ്ങ് കണ്ണ് അടച്ചു പോവും. ആ ഒരു രീതിയാണ്. പക്ഷേ ഈ നമ്മളിങ്ങനെ ഇപ്പം സ്ത്രീകൾ കണ്ണടച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതും പുരുഷനിത് കാണുമ്പോൾ ഒരു രസമാണ്. അവർക്ക് നല്ല ഒരു എനർജി കിട്ടും ആ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ലിംഗത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടൊക്കെ ഇരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ സൈസായിരിക്കുമല്ലോ. പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടല്ലോ, അത് ഇറക്ഷൻ ആകുന്നത്, അതിൻ്റെ ബലം വെക്കുന്നത്, അതിൻ്റെ ടൈമിങ്, അതുപോലെ ഈ പെട്ടെന്ന് ചിലർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഔട്ടായി പോവും. ശീഘ്രസ്ഖലനം പോലൊക്കെ പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ നമ്മൾ അവരൊരു ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ അതൊക്കെ സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ഇതിനകത്ത്. പക്ഷേ എന്നാലും സ്ത്രീകൾക്ക് വലിപ്പത്തെക്കുറിച്ച് അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വലിപ്പത്തെക്കുറിച്ച് ഒരാശങ്കയും ഒരു സ്ത്രീകളുടെ മനസ്സിലും ഉണ്ടാകത്തില്ല. പിന്നെ കൂടുതലും നമുക്കങ്ങനെ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോസിനകത്തൊക്കെ നമുക്കിങ്ങനെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വീഡിയോസിനകത്തൊക്കെ കാണുന്ന സമയത്ത് അവർ വലിയ വലിപ്പമുള്ളവരുടെ കൂടുതൽ എടുത്തൊക്കെ ഇങ്ങനെ കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അവർ അത് അഭിനയിക്കുന്നതാണല്ലോ. അതൊക്കെ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വലിപ്പമുള്ളവരെ സെലക്ട് ചെയ്തൊക്കെ എടുത്ത്, അതുപോലെ ടൈമിംഗ് ഒക്കെ ഒത്തിരി സമയമൊക്കെ എടുത്ത്, അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്നത്. അവർ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി തന്നെയാണ് നല്ലത്. നമ്മുടെ യുണീക്ക്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ശരീരത്തിൻ്റെ വലിപ്പം, അവയവത്തിൻ്റെ വലിപ്പം, അതാണ് നല്ലത്. അതുകൊണ്ട് സമയം കൂടുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.